She is the MP candidate. Correct? But she's also my little sister. I'm older than her. നിങ്ങൾക്കറിയാം, ഇപ്പോ പ്രിയങ്കാജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എന്റെ ചെറിയ അനുജത്തി കൂടിയാണ്. ആളാണ്. So right to say something, not only as a but as a elder brother. അതുകൊണ്ട് പ്രചരണത്തിന് വന്ന ഒരാളെന്ന നിലയ്ക്കല്ല, ഒരു മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. So I can complain to the people of Wayanad about my little sister. വയനാട്ടിലെ ആളുകളോട് എന്റെ കുഞ്ഞു അനുജത്തിയെ പറ്റി എനിക്ക് പരാതി പറയാനും പറ്റും. So now if I am in public in Wayanad and I hug, I give her a kiss, she said don't do that. ഞാനിപ്പോ നിങ്ങൾ ഞാൻ എന്റെ അനിയത്തിയെ പിടിക്കണം, ഉമ്മ കൊടുക്കണം പറയാം, അത് ചെയ്യാൻ പാടില്ല. But if I am giving hugs and kisses to the people of Wayanad, why can't I give a hug and a kiss to my sister? ഞാൻ വയനാട്ടിലെ ജനങ്ങളെ കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ഉമ്മകൾ തരികയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ അനുജത്തിക്ക് കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ കൊടുക്കുക എനിക്ക് ചെയ്തുകൂടാ? Correct? ശരിയല്ലേ? So you please tell her that this is not correct behavior. അതുകൊണ്ട് നിങ്ങൾ അനുജത്തിയോട് പറയുക, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക. That I am her elder brother and I am allowed to show affection for her in front of people of Wayanad, in front of the people of India. അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുജത്തിയോട് പറയുക, ഞാൻ എന്റെ അനുജത്തിയുടെ മൂത്ത സഹോദരനാണ്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് അർഹതയുണ്ടെന്ന് പറയുക. So now she's going to get angry with me. Why did you say that? ഇപ്പൊ എന്റെ അനിയത്തി എന്നോട് ദേഷ്യപ്പെടാൻ പോവുകയാണ്. Anyway, look, I just want to tell you that you have won a huge place in my heart. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഇടമാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. It has gone beyond politics. അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒന്നാണ്. So anytime I can help anybody in Wayanad, the people of Wayanad, your issues, your tourism, your tea, your coffee. If I can show the beauty of Wayanad to the people of the rest of the country, to the people of the rest of the world, I will happily do it. എനിക്ക് എപ്പോഴെങ്കിലും വയനാട്ടിൽ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ വിനോദസഞ്ചാരത്തിൽ സഹായിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കാപ്പി കൃഷി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഹായിക്കാനുണ്ടെങ്കിൽ, വയനാടിനെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ, വയനാടിന്റെ സൗന്ദര്യം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും അത് ചെയ്യുന്നതിന്. And again, as an elder brother, I will say one thing to my sister. അത് മാത്രമല്ല, ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ ഞാൻ എന്റെ സഹോദരിയോട് ഒരു കാര്യം കൂടി പറയുന്നു. As a challenge. ഒരു വെല്ലുവിളിയായിട്ടാണ് പറയുന്നത്. And I will help her in doing this. അത് ചെയ്യാൻ ഞാൻ എന്റെ അനുജത്തിയെ സഹായിക്കും. In any way possible. എനിക്ക് പറ്റുന്ന ഏത് വഴിയിലും. And the challenge is, let us make the name of Wayanad known as the best tourist destination in the entire world. ആ വെല്ലുവിളി എന്ന് പറയുന്നത് വയനാടിന്റെ പേര് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന വെല്ലുവിളിയാണത്. When people think of Kerala, the first destination should be Wayanad. ആളുകൾ കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ആദ്യ സ്ഥലം എന്ന് പറയുന്നത് വയനാടായിരിക്കണം. This is to benefit the people of Wayanad, but it is also to show the rest of the world what Wayanad is. ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകാനാണ്. അത് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വയനാട് എന്തെന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. नमस्कार, मैं हूं मानक गुप्ता। अगर आपको हमारा ये वीडियो पसंद आया हो तो इसे लाइक और शेयर जरूर करें, और हाँ, हमें सब्सक्राइब और फॉलो करना ना भूलें ताकि आप देश और दुनिया की कोई खबर मिस ना करें। तो जुड़े रहिए हमारे साथ और देखते रहिए न्यूज़ 24।